സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കൺമണിയെ കരയാതുറങ്ങും ഈ പാട്ടിന്റെ ലാസ്റ്റ് ഭാഗമാണ്. ഈ ഒരു ഭാഗം മാത്രം നടഭൈരവി, ഭൈരവി, ആനന്ദ ഭൈരവി ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ആ സാറ് ചെയ്തിട്ടുണ്ടാവുക, അതായത് MS ബാബുരാജ്. ഇത് നടഭൈരവിയുടെ ജന്യമാണ് ആനന്ദ ഭൈരവിയും ഭൈരവിയും. ആരോഹണത്തിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് തിയറി അല്ലല്ലോ, അപ്പൊ നമുക്ക് പ്രാക്ടിക്കലിലേക്ക് വേഗം കടക്കാം. നോക്കാം. നേറിപ്പുകയും മദൻ ഹൃദയം, നേറിപ്പുകയും നേറിപ്പുകയും മദൻ സപമഗ മദൻ ഹൃദയം മാമ പപ ഹൃദയം മാമ പപ മാമ പപ. നേറിപ്പുകയും മദൻ ഹൃദയം വളരെ സേഡാണ്. എന്നപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തു തരുന്നതെല്ലാം കൂടി അടുക്കി വെച്ച് നല്ല നീറ്റായിട്ട് കൊണ്ടുപോണേ. സെപ്പറേറ്റ് ചെയ്യുമ്പോ ആ സേഡ് അത്ര കൂടി കിട്ടൂല. നേറിപ്പുകയും മദൻ ഹൃദയം സപമഗ മാമ പപ സപ പമഗ മാമ പപ സപമഗ മാമ പപ മദൻ ഹൃദയം സപമഗ മാമ പപ. മനസ്സിലായോ? നേറിപ്പുകയും മദൻ ഹൃദയം. അടുത്തത് നീയൻ പദപമ പദപമ നീയന്തരിയും റിസരിഗ ദരിയും റിസരിഗ ദരിയും മാരിമാപ പനിനിധ മാരിമാപ പനിനിധ. നീയൻ പദപമ നീയൻ പദപമ റിസരിഗമ ദരിയും ദരിയും റിസരിഗമ റിമാപ പനിനിധ റിമാപ പനിനിധ. നീയന്തരിയും നീയന്തരിയും. മനസ്സിലായോ? ഒറ്റ പ്രാവശ്യം കൂടി. നേറിപ്പുകയും മദൻ ഹൃദയം നീയന്തരിയും. അടുത്തത് നേറിപ്പുകയും മദൻ ഹൃദയം നീയന്തരിയും. ഓക്കെ, മായിൽ നിൽക്കാം മധ്യമത്തില്. എന്നാത്മാവിലെ പനിസരി ഗാഗ പനിസരി ഗാഗ എന്നാത്മാവിലെ ഗാഗരി നട്ടോ പനിസരി ഗാഗരി. കണ്ടില്ലേ? എന്നാത്മാവിലെ എന്നാത്മാവിലെ
പനി സരി ഗരി. ഓക്കെ. വേദനകൾ രിഗ മഗ മഗ രി സ സ. രിഗ മഗ മഗ രി സ സ. രിഗ മഗ മഗ രി സ സ. എന്നാത്മാവിലെ വേദനകൾ പനി സരി ഗരി. മനസ്സിലായില്ലേ? രിഗ മഗ മഗ രി സ സ. വേദനകൾ സദാ. രിനി ഋഷഭം നിഷാദം സധ. രിനി സദാ രിനി സദാ നീയം. മനസ്സിലായോ? രിനി സദാ നീയം. നരിയുന്നു ധനി സരിഗ. ധനി സരിഗ. അപ്പൊ അതൊന്ന് നന്നായി ചെയ്തരണ്ട നിങ്ങൾക്ക്. ഓക്കെ. എന്നാത്മാവിലെ വേദനകൾ നീയം. രിനി സദാ രിനി സദാ രിനി സദാ നീയം നീയം. ഓക്കെ. ദരിയുന്നു ധനി സരിഗ. റെഡി ആയല്ലോ ഇപ്പൊ? പനി സരി ഗരി. ഒന്ന്. വേദനകൾ രിഗ മഗ മഗ രി സ സ. രണ്ട്. നീയം. മൂന്ന്. രിനി സദാ നീയം. ദരിയുന്നു. നാല്. ധനി സരി ഗ. പോരെ? എന്നാത്മാവിലെ വേദനകൾ നീയം ദരിയുന്നു നീയം. മനസ്സിലായോ? രിഗ മഗ മഗ രി സ. രിഗ മഗ മഗ രി സ. നീയം ദരിയുന്നു ദദ നീരി സ സ. ധ ധ നീരി സ സ. നിഷാദം. നീരി. ദദ നീരി സ സ. ദരിയുന്നു ദദ നീരി സ സ. ദരിയുന്നു. ഇത്രയും നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്താണ് ചെയ്തത്. അത് കംപ്ലീറ്റ് ക്ലിയർ ആയി പഠിക്കാം. ഭംഗിയായിട്ട് നല്ല സേഡ് മൂഡ് തന്നെ പഠിച്ചോളി. ഒരു കുഴപ്പമില്ല. വളരെ ചൂടുണ്ട് ഇവിടെ, നല്ല ചൂടാ. അപ്പൊ നിങ്ങൾ നല്ല മനസ്സോടെ വളരെ സന്തോഷത്തോടെ ഇതൊക്കെ പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ എപ്പോഴും നിങ്ങൾ ഒരു പാട്ടോ 2 പാട്ടോ 3 പാട്ടോ ആണ് പാടുന്നെങ്കിൽ ഞാൻ പറഞ്ഞതാണ് അത് തന്നെ കേൾക്കുക. വേറെ ഒന്നും കേൾക്കരുത്. വേറെ ഒരു പാട്ടും കേൾക്കരുത്. ഓർക്കസ്ട്രയ്ക്ക് പാടാനുണ്ടെങ്കിൽ അതിൽ തന്നെ ഇൻവോൾവ്മെന്റ് ആയിരിക്കുക. ഇന്ന് മാത്രമേ ഇമ്പ്രൂവ്മെന്റ് വരുള്ളൂ. ആദ്യം നമുക്ക് സംഗീതത്തിൽ ഇങ്ങനെ പാടി ഒരു ഗ്രോത്ത് ആണ് കിട്ടുക.
ഈ ഗ്രോത്തിൽ നിന്നാണ് നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്ത് നല്ല അഭിപ്രായങ്ങളൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെന്റ് വരും. നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ച്. അതാണ് അതിന്റെ അർത്ഥം. നല്ല നല്ല ആളുകളായിട്ട് ഇടപെടുക. അതായത് ഈ പാട്ടില് നമ്മളെക്കാളും കഴിവുള്ള കുറേ ആളുകളുണ്ട്, അവരിലേക്ക് എത്തിപ്പെടണം നമ്മള്. അല്ലാതെ നമ്മള് ചെറിയ ഇത്തിരി പാടുന്ന ആളുകൾ, കുറച്ച് പാടുന്ന ആളുകളൊക്കെ ഉണ്ട്, അവര് എടുത്ത് കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവരെക്കാളും കുറച്ചും കൂടി നമ്മൾ പാടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെല്ലാ പാട്ടും എല്ലാം തികഞ്ഞവരാ. കാരണം അവരെ ഉള്ളിലാണ് നമ്മൾ കിടക്കുന്നത്. അപ്പൊ അവര് നല്ലോണം പാടുന്നുണ്ട്, ഇങ്ങനൊക്കെ നല്ലോണം പാടുന്നുണ്ടല്ലോ ഏത്. അപ്പൊ നമ്മളെന്ത് വിചാരിക്കും, നമ്മളൊരു വിഡ്ഢിയാണ് ശരിക്കും. നമ്മൾ വിചാരിക്കും ഓ ഷാറായിപ്പോയി. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഉള്ളിൽ ഒരുപാട് കഴിവുകൾ ഇങ്ങനെ കിടക്കുക. അതിങ്ങനെ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് വരണമെങ്കിൽ എന്ത് വേണം? വലിയ ആൾക്കാരെ എടുത്തേക്ക് നമ്മൾ പോകണം, നന്നായി പാടുന്ന ആളുകളുടെ അടുത്ത്. അപ്പൊ അവരെ അഭിപ്രായം പറയും, അവർ നല്ല നല്ല ആളുകളായിരിക്കും, അവരൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതൊന്നും പോരാ, അവരൊക്കെ നന്നായി പാടുന്നില്ല ഈശ്വര, ഇങ്ങനെയല്ലല്ലോ അപ്പം പാട്ട് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇപ്പോഴും ഇവിടെ എത്തിയത് എത്ര നന്നായി. അപ്പൊ നമുക്ക് അവരുടെ അടുത്ത് പോയിട്ട് കംപ്ലീറ്റ് അവർ പാടും പോലെയൊക്കെ പാടാനും, അപ്പോഴേക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും വേറെ പാട്ട് പഠിക്കാനും നല്ല അധ്യാപകന്മാരെ കണ്ടെത്തി പഠിക്കാനും എല്ലാം നോക്കുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ മാറിപ്പോകും അവരിലെത്തിപ്പെട്ടാൽ. എന്നിട്ട് നല്ല ഗായകനായി മാറും. അപ്പൊ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, അയ്യോ ഞാൻ അന്ന് അവിടുന്ന് ചാടി ഇവിടെ എത്തിയോണ്ടല്ലേ, ഞാൻ അല്ല ചാടിയിൽ എപ്പോഴും ഞാൻ അവിടെ കിടക്കൂലായിരുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ സംഗീതത്തിൽ ഇങ്ങനെയൊക്കെ പോണം. ഇതിലൊക്കെ പോണെങ്കിലും ഉള്ളില് അസൂയ, അഹങ്കാരം, ഈ ഇങ്ങനത്തെ ക്രൂരതയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും വിജയിക്കൂല. കാരണം ദൈവം വിജയിപ്പിക്കൂല. ഫുൾ സ്റ്റോപ്പ് ആട്ടേക്കും. ഒരുപാട് പോവാണ്ടാവും, ഇവിടെ തൊട്ട് ഇവിടെ വരെ പോവാണ്ടാവും. അപ്പം ഭയങ്കര അസൂയ, അത്രയ്ക്കും ഭയങ്കര അഹങ്കാരവും അസൂയ എല്ലാം കൂടി ആകുമ്പോൾ ദൈവം എന്ത് ചെയ്യും? ഇവിടെ തൊട്ട് ഇവിടെ വരെ അത്ര മതി, അവിടെ നിന്നാ മതി നീ എന്നറിയും. അത് വേണ്ട, അതിനൊന്നും നിൽക്കണ്ട, ഇങ്ങനെ പോയിക്കോളി. ഇവിടെ വരെ പോകാനുള്ള നല്ല കർമ്മങ്ങളും നല്ല എല്ലാ കാര്യത്തിലും നമ്മൾ വളരെ ക്ലിയർ ആണെങ്കിൽ ദൈവം വീണ്ടും തുറന്നു തരും വഴി. ഓക്കെ, ശരി, ഓക്കെ.